ടെർമിനേറ്റർ സീറോ വാട്ട് വെൻ റോങ്. എനിക്കിതിൽ എന്താണ് പ്രശ്നമായിട്ട് തോന്നിയത് ആൻഡ് ഇതെങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ ഫ്രാഞ്ചൈസി എങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഈ ടെർമിനേറ്റർ സീറോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് അവസാനം എത്തിയപ്പോഴത്തേക്കും എന്തൊക്കെയോ കൂട്ടിക്കുഴച്ച് മറിച്ചൊരു അവിയൽ പരിവായിട്ടാണ് ഇരിക്കണത് അവസാന എപ്പിസോഡൊക്കെ എത്തുമ്പോഴത്തേക്കും. സോ എനിക്കത് തീരെ ഇഷ്ടമായില്ല. ഇതിനി അതിന് കാരണം വീണ്ടും ഞാൻ ആദ്യം ഈ സീരീസ് അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തെങ്കിലും പുതിയ സംഗതി ഇതിനകത്ത് കാണാൻ കിട്ടും, ഇതിനകത്ത് മിക്കവാറും ജോൺ കോണർ, സാറാ കോണർ അവരൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അത് വിചാരിച്ച പോലെ തന്നെ അവരില്ല, അവർ ഈ സീരീസിലില്ല, അവരില്ലാതെയാണ് ഇത് പോകുന്നത്. അപ്പം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പുതിയത് കാണാൻ കിട്ടും, പക്ഷെ ഇല്ല. എന്തൊക്കെയോ കൂട്ടിക്കുഴച്ച് മറിച്ച് പുതിയ കുറേ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ മോട്ടീവ്സ് ഒന്നും കൃത്യമായിട്ട് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ കൊണ്ടുപോയി അവസാനിപ്പിച്ചു. ഒരു അവിയൽ പരുവത്തിൽ വീണ്ടും കൊണ്ടുപോയി അവസാനിപ്പിച്ചു. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെൻറ്റ് ഡേ നിർത്താൻ നോക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കുഴപ്പം. ആ ഒരു ഭാഗം ഇത്രയും വർഷങ്ങളായിട്ട് പല സിനിമകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്ന് മതിയായിരിക്കുന്നൊരു പരിപാടിയാണ്. ഒരു ഫാൻസിനും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ വീണ്ടും അവരിത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ഒരു പുതിയ സംഗതി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കാണിക്കാൻ അവർക്ക് ഇന്നവരെ പറ്റിയിട്ടില്ല. ഇതിൽ കഴിഞ്ഞ കുറച്ച് സിനിമകളിൽ വർക്കൗട്ട് ആവാതെ പോയ സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും. ഒരു രണ്ടാമത്തെ AI എന്നുള്ള ഐഡിയ ടെർമിനേറ്റർ ജെനിസിസിലും ഉണ്ട്, ഡാർക്ക് ഫേറ്റിലും ഉണ്ട്. ജെനിസിസ് എന്ന് പറയുന്നത് സ്കൈനെറ്റിന് പകരം ഒരു ആൾട്ടർനേറ്റ് ടൈം ലൈനിൽ ഉണ്ടാകുന്ന AI ആണ്. ഡാർക്ക് ഫേറ്റിലും ഇതുപോലെ വേറൊരു ടൈം ലൈനിൽ സ്കൈനെറ്റിന് പകരം ഉള്ളൊരു AI ആണ് ലീജിയൻ. സോ ആ സംഗതി വീണ്ടും ഇതിനകത്ത് കൊണ്ടുവന്ന് കൊക്കറോ എന്ന് പറഞ്ഞൊരു AI കൊണ്ടുവന്നു. എന്നിട്ട് നമുക്കിങ്ങനെ ഡൗട്ട്, ഓക്കെ ഇതിന് സ്കൈനെറ്റ് ജയിക്കുമോ കൊക്കറോ ജയിക്കുമോ? അപ്പോൾ സ്കൈനെറ്റും കൊക്കറോയും ഹ്യൂമാനിറ്റിയും തമ്മിലൊരു 3-way വാറാണോ നടക്കുന്നത്? അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ധരിച്ചു, എന്താണ് ഏതാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവസാനം എത്തുമ്പോൾ ഒന്നുമില്ല, ഇതെന്തൊക്കെയോ കൂട്ടിക്കുഴച്ച് മറിച്ച് അവസാനം കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നതെന്നൊന്നും കൃത്യമായിട്ട് പറയുന്നുമില്ല, ഒന്നുമില്ല. ഈ സ്കൈനെറ്റിനോടും നമുക്കൊരു റിലേറ്റബിളായിട്ട് തോന്നുന്നില്ല, കൊക്കറോയും റിലേറ്റബിളായിട്ട് തോന്നുന്നില്ല. വന്ന റെസിസ്റ്റൻസ് ഇതിൽ ഈ ടെർമിനേറ്റർ സീറോയിൽ അവസാനം വന്ന റെസിസ്റ്റൻസ് ഫൈറ്ററും ടെർമിനേറ്ററും സത്യം പറഞ്ഞാൽ ഒരേ മിഷനാണ് ചെയ്യാൻ നോക്കുന്നത്. അവർ രണ്ടുപേരും കൊക്കറോയെ സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതെന്തിനാണ്? അതൊന്നും കുറേ ഭാഗങ്ങൾ അവസാനം ക്ലിയറായിട്ട് പറയുന്നില്ല. അതെന്താണാവോ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത സീക്വൽ വേണം. പക്ഷെ സീക്വൽ നടത്തണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഒരു നല്ല രീതിയിലൊരു എൻഡിങ് കൊടുത്താലേ ആൾക്കാർ രണ്ടാമത്തെ സീക്വൽ കാണാൻ വരുള്ളൂ. പക്ഷെ ഇതിന് പകരം കുറേ ലൂസൻസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് ഈ ടെർമിനേറ്റർ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ടെർമിനേറ്ററിനെ സെൻഡ് ചെയ്തത് ഈ മാൽക്കം ലീയുടെ മൂത്ത മകനാണ്. അപ്പോൾ അയാൾ എന്തിനു സെൻഡ് ചെയ്തു? ഒരു ചോദ്യം അങ്ങനെ വരുന്നു. ഇനിയിപ്പം മൂത്ത മകനാണ് സെൻഡ് ചെയ്തതെന്ന് ടെർമിനേറ്റർ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ ടെർമിനേറ്റർ സത്യമാണോ പറയണേ അതോ നുണയാണോ പറയണേ? അങ്ങനെ ഒരു ചോദ്യം കൂടെയുണ്ട്. പിന്നെ ഈ മിസാക്കി എന്തുകൊണ്ടാണ് സ്വയം ഒരു റോബോട്ടാണെന്ന് ആദ്യമൊന്നും മനസ്സിലാവാതിരുന്നത്? അത് എവിടെയോ ജനിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എവിടെയോ ജനിച്ച ഒരു സാധാരണ സ്ത്രീയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മിസാക്കിക്ക് അങ്ങനെ തോന്നി? അതിന് പ്രോഗ്രാം ചെയ്ത് വെച്ചതാണോ അതിൻ്റെ അകത്ത്? അറിയില്ല. പിന്നെ ഈ മാൽക്കം ലീയുടെ അമ്മയാണ് ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ. അതാണ് ഏറ്റവും ഈ സീരീസിലെ ടൈം ട്രാവൽ റൂൾസിനെ അവസാനം എത്തുമ്പോൾ അവർ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിട്ടാണ് തോന്നുന്നത്. അതെന്താണെന്ന് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. നിങ്ങൾ ഫ്യൂച്ചർ സീരീസ് കണ്ടു നോക്കൂ എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. ഈ റെസിസ്റ്റൻസ് ഫൈറ്റർ ഫ്യൂച്ചറിൽ ഈ ആളെ പ്രസവിച്ച അതിനെ നോക്കി നടത്തുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതപ്പോൾ ഏത് ടൈം ലൈനിലാണ് നടക്കുന്നത് അറിയില്ല. ഇയാൾ പറയും ഓക്കെ നിങ്ങൾക്ക് കുറേ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഭാവിയിൽ ആൻസർ ചെയ്യപ്പെടും. ഇതെന്തോ നമ്മളോട് പറയുന്ന പോലെ തോന്നിയ വ്യൂവേഴ്സിനോടൊക്കെ നിങ്ങൾ ഭാവിയിൽ അടുത്ത സീസൺ കണ്ടു നോക്കൂ അപ്പം മനസ്സിലാകും എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയ. അപ്പോൾ ഇയാൾ പറയും നിങ്ങളാണ് എൻ്റെ അമ്മ എന്ന് പറയും. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? ആ തുടക്കത്തിൽ ഒരു പ്രോഫറ്റ് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ ഈച്ച് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു ടൈം ലൈനിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തിനാണ് ടൈം ട്രാവൽ ചെയ്യുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. വേറൊരു ടൈം ലൈനിൽ പോയി അവരെ എന്തിനാണ് സേവ് ചെയ്യുന്നത്? സ്വന്തം ടൈം ലൈനിലുള്ള ആൾക്കാരെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വേറെ ഏതോ ടൈം ലൈനിലേക്ക് പോയിട്ട് എന്താ കാര്യം? അറിയില്ല, മനസ്സിലാവുന്നില്ല.
ഇങ്ങനെ കുറേ ലൂസൻസ് ഉണ്ടാക്കിയിട്ട് അവസാനം സീക്വൽ കാണുമെന്ന് ഒരു സീക്വൽ ബേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി. അത് വളരെ എന്താ പറയുക, നല്ലൊരു ക്ലൈമാക്സ് എഴുതാൻ പറ്റാത്തപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നണത്. എനിവേസ് ഇത് അവസാനം എത്തുമ്പോൾ കറക്റ്റ് ജെനിസിസ് പോലൊരു അവിയൽ പരിവായിട്ട് ഇങ്ങനെ ഇരുന്നു. ഇതിനി എങ്ങനെ നന്നാക്കാം, ഈ ഒരു ഫ്രാഞ്ചൈസി നന്നാക്കാനുള്ള ഒറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ. അത് ഫ്യൂച്ചർ വാറിലേക്ക് പോവുക എന്നുള്ള പരിപാടിയാണ്. ഞാനൊരു പ്യൂരിസ്റ്റ് ഫാൻ അല്ല. ഇത് പ്യൂരിസ്റ്റ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേറ്റർ 1, 2 മാത്രമാണ് ടെർമിനേറ്റർ മൂവീസ്, ബാക്കിയെല്ലാം ഫാൻ ഫിക്ഷനാണ് എന്ന് പറയുന്ന ആളല്ല ഞാൻ. കാരണം എനിക്ക് ടെർമിനേറ്റർ 3യും സാൽവേഷനും കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കണേ. അതിന് പല പ്രശ്നങ്ങളും ഉണ്ട്. ടെർമിനേറ്റർ 3ക്കും 4നും കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സ്റ്റിൽ അത് ഒരു കറക്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത്. ഫ്യൂച്ചർ വാറിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫ്യൂച്ചർ വാർ നല്ല രീതിയിൽ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാം. സാൽവേഷൻ മാത്രമാണ് കുറച്ചെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്തത്. പക്ഷെ ആ സിനിമ പൊട്ടിയപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ജെനിസിസും പൊട്ടി, ഡാർക്ക് ഫേറ്റും പൊട്ടി. പക്ഷെ വീണ്ടും ജഡ്ജ്മെൻ്റ് നിർത്തുന്ന പരിപാടിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. സോ ഫ്യൂച്ചർ വാറിലേക്ക് പോവാം. അതിലിപ്പോൾ 1997 ജഡ്ജ്മെൻ്റ് നടക്കണമെന്ന് പറയുന്നത്. ഈ ടെർമിനേറ്റർ 3 വരുന്ന ചെറിയൊരു പ്രശ്നം ഈ ജഡ്ജ്മെൻ്റ് കുറച്ചും കൂടെ പോസ്റ്റ്പോൺ ചെയ്ത് 2003, 2004 എങ്ങാണ്ടും ആക്കി. ഇനിയിപ്പോൾ അതൊരു പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട, ഈ 3യും 4ഉം എല്ലാം മറന്നോ. ടെർമിനേറ്റർ 2ൻ്റെ ഒരു പ്രോപ്പർ സീക്വൽ, ജഡ്ജ്മെൻ്റ് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സീക്വൽ. പിന്നെ അവിടെ തൊട്ട് കുറച്ച് കഥകൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യാനുണ്ട്. ഈവൻ വേണമെങ്കിൽ സാൽവേഷൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ചെയ്യാം. ആ ടൈം ലൈൻ ഇത്തിരി പ്രശ്നമൊക്കെ വരും, പക്ഷെ സ്റ്റിൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫ്യൂച്ചർ വാർ സെനാരിയോ ആരും തന്നെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതൊന്നും കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ കാണിക്കാൻ പറ്റും. എന്തോരം കാര്യങ്ങൾ 1997 തൊട്ട് 2029 വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാം. അതിനകത്ത് 32 വർഷത്തെ ഒരു ടൈം പീരീഡ് അവിടെ ഉണ്ട്. അപ്പോൾ അത്രയും സംഗതികൾ, കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാണിക്കാം. പിന്നെ ഈ സ്കൈനെറ്റിനെ മനുഷ്യർ ജയിച്ചു കഴിഞ്ഞിട്ടുള്ള സമയം അതും കാണിക്കാം. ഇനിയിപ്പോൾ അതിനകത്ത് സ്കൈനെറ്റ് മനുഷ്യർ ജയിച്ചു എന്ന് പറയുന്നു. ചിലപ്പോൾ 2029 വാർ തീർന്നില്ല എന്ന് വേണമെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ തീർന്നു. അതിനകത്ത് വേണമെങ്കിൽ ജോൺ കോണർ അല്ല അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. ഈ ജോൺ കോണർ വലിയൊരു വാരിയർ ആണെന്ന് ഇങ്ങനെ പറഞ്ഞു വെച്ചത് ഈ റെസിസ്റ്റൻസ് സ്കൈനെറ്റിനെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലൊരു ഐഡിയ കൊണ്ടുവരാം വേണമെങ്കിൽ. ഒരു പോയിന്റ് എത്തുമ്പോൾ ജോൺ കോണറിന് മനസ്സിലായി അയാൾക്ക് കൊല്ലാൻ പറ്റില്ല, പക്ഷെ വേറൊരു ആളെ കണ്ടു, അയാളിപ്പോൾ ഒരു ജീനിയസ് ആണെന്ന് കരുതുക, അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ ഈ സ്കൈനെറ്റിനെ തോൽപ്പിക്കാനുള്ളൊരു ആയുധം അയാളുടെ കയ്യിലുണ്ട്, അതിനുള്ള ബുദ്ധിയും കഴിവൊക്കെ അയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ ജോൺ കോണർ പറയും, ഓക്കെ ഞാൻ തന്നെയാണ് ലീഡറെന്ന് എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കട്ടെ, എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. പക്ഷെ നീ പുറകിൽ കൂടെ ചെന്ന് നീ വേണം കൊല്ലാൻ. ഈ വാർ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ അത് അറിയാൻ പാടുള്ളൂ ആരാ കൊന്നത് എന്ന്. അങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നല്ലൊരു എന്താ പറയുക. ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ പല മിസ്ഇൻഫർമേഷനും ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തൊരു മിസ്ഇൻഫർമേഷനാണ് ഈ ജോൺ കോണറാണ് ലീഡർ എന്നുള്ളതെന്ന്. അങ്ങനത്തെ ഒരു ഐഡിയ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഇത് ജസ്റ്റ് ഒരു വൺ ഓഫ് ദ ഐഡിയ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ കുറേ അധികം ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഈ ഫ്യൂച്ചർ വാറിൽ. അങ്ങോട്ടേക്ക് പോയാൽ മാത്രമേ ഞാൻ ഇനിയൊരു ടെർമിനേറ്റർ സിനിമ കാണാൻ പോകുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് ഈ പ്യൂരിസ്റ്റ് ഫാൻസ് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പണ്ട് ഞാൻ വിചാരിച്ചു ഈ 1984 ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർ, 1991 T2 തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർ, അവരൊക്കെ പിന്നീട് 2003 ടെർമിനേറ്റർ 3 ഇറങ്ങിയപ്പോഴാണ് അവർക്ക് ആകെ ദേഷ്യം വന്ന് അവർ ആദ്യത്തെ 2 സിനിമകൾ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ബാക്കിയൊന്നും ഈ ഒറിജിനൽ ടെർമിനേറ്റർ സീരീസിലില്ല, ബാക്കിയെല്ലാം വെറും ഫാൻ ഫിക്ഷനാണ് എന്നവർ അന്ന് പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം അവർ തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും T3 പോലും അവർ കളഞ്ഞത്, സാൽവേഷനും കളഞ്ഞത്. പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നു, ഇപ്പോൾ ഇത്രയും അധികം സീക്വലുകളെല്ലാം നല്ല ബോറായിട്ട് എടുത്തത് കൊണ്ട് ഞാനും ഈ ഒരു പ്യൂരിസ്റ്റുകൾ എന്താ പറയണതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മളെത്ര എക്സ്പെക്റ്റേഷനോട് കൂടി പോകുന്നോ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് കിട്ടാൻ
പക്ഷെ ഞാനൊരു പ്യൂരിസ്റ്റ് അല്ല. അതുകൊണ്ട് ഈ ഫ്യൂച്ചർ വാർ നടക്കുന്ന ഒരു സിനിമ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അത് മാത്രമേ താല്പര്യമുള്ളൂ. ഇപ്പോൾ വേറെ ഒരു തരത്തിലുള്ള ഈ ടെർമിനേറ്റർ സീറോ നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനൊരു സെക്കൻഡ് സീസൺ വരും മിക്കവാറും. അപ്പോൾ ആ സീസണൊന്നും ഞാൻ കാണാൻ പോകുന്നില്ല. എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ കാണാൻ പോകുന്നത് ഒരു ഫ്യൂച്ചർ വാർ സിനിമ. അത് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അതെങ്ങനെയെങ്കിലും ഒന്ന്, അതെന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും അധികം കഥ അതിനകത്ത് പറയാമല്ലോ, എന്താ അതിൻ്റെ പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയെങ്കിലും വന്നാൽ മാത്രമേ ഇനി ഈ ഒരു സീരീസ് രക്ഷപ്പെടുള്ളൂ.